ഏത് സ്കൂള്, ഏത് ജില്ല? സെന്റ് തെരേസസ് കണ്ണൂർ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ മത്സരം കണ്ടുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പം ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മത്സരമാണ് അല്ലേ? ബാക്കിയുള്ള ടീമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല തന്നെയായിരുന്നു. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അത് നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെയാ? ഫുൾ ടൈം പ്രാക്ടീസാ? അല്ല രാവിലെയും നമ്മളിത് കാണുമ്പോൾ ഭയങ്കര എഫേർട്ടുള്ളൊരു ഇതാണല്ലോ. നമ്മളിത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം എന്താണ് അല്ലേ കുറേ ഡ്രില്ലും ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാ? ഡെയിലി ഫോർമേഷൻ ചെയ്യും നമ്മൾ. ഇത് 20 minutes പ്രാക്ടീസ് ചെയ്യും, ഈവനിങ് ആൻഡ് മോർണിംഗ്. വായിച്ചുകൊണ്ട് കഷ്ടപ്പെടും. ഇതെപ്പോൾ തുടങ്ങിയതാ ഈ പ്രാക്ടീസ്? ജൂണിൽ തുടങ്ങിയത്. സ്കൂളിൽ ഒരുപാട് പ്രാക്ടീസ് തുടങ്ങി. നിങ്ങൾ ആദ്യത്തെ ടൈമാണോ അല്ല എങ്ങനെയാ? ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്. നിങ്ങളുടെ അധ്യാപകരുടെ സ്കൂളിലേക്ക് സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നല്ലോണം കഷ്ടപ്പെട്ട് എല്ലാത്തിനും സിസ്റ്റർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ്. സാറാണല്ലേ ഇവരെ പഠിപ്പിച്ചേ? അതെ, എങ്ങനെയുണ്ടായിരുന്നു കുട്ടി പഠിച്ച് തീർത്തോ? നന്നായി ചെയ്തു, നന്നായി ചെയ്തു. ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ. അതെല്ലാവർക്കും കോമ്പറ്റീഷനാണ്. ബാൻഡ് കലോത്സവം ഓരോ വർഷവും കൂടുന്നതും അതിൻ്റെ ഡെപ്ത് ഡെൻസിറ്റി കൂടി വരും. അത് ഇവർ സ്കൂൾ ലെവൽ തൊട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു എഫേർട്ട്, ആ ഒരു ജേണി എന്താണെന്ന് പറയും? ജേണി എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക, മനസ്സിൽ അടിയുറച്ച പ്രാക്ടീസ് ചെയ്യണം, മറ്റു ക്ഷീണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ വിന്നറാവണം, ഫസ്റ്റ് ഗ്രേഡിൽ വരണം, നാഷണൽ വിന്നേഴ്സാണ്. 2 വർഷം ബ്രാസ് ബാൻഡിനെ പ്രതിനിധീകരിച്ച് ആദ്യം നടന്ന മത്സരം കേരളത്തിൽ, അതിനുശേഷം 9 സ്റ്റേറ്റുകളുടെ മത്സരം, അതിൽ നിന്നും വിൻ ചെയ്ത് നാഷണൽ കോമ്പറ്റീഷനിൽ 2 പ്രാവശ്യം ബ്രാസ് ബാൻഡിൽ വിന്നേഴ്സാണ് സെന്റ് തെരേസസ് ഇന്ത്യൻ സ്കൂള്. ഇപ്പോൾ 3 വർഷം, ഇനി അവർക്ക് 2 വർഷം, ഇനി 2 വർഷം കൂടി അവർക്ക് നാഷണൽ ഇതിൽ പങ്കെടുക്കത്തില്ല. ഒരു വിന്നറായി കഴിഞ്ഞാൽ പിന്നെ 3 വർഷം ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പങ്കെടുക്കുക, അല്ലെങ്കിൽ ഈ വർഷം പങ്കെടുക്കുക. അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ കുറേ ഇൻസ്ട്രുമെന്റ്സ് കാണുന്നുണ്ട്. അപ്പം നമ്മളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ അത് ഏതൊക്കെയാണെന്ന്? അവർ തന്നെ പരിചയപ്പെടും. തന്നെ പരിചയപ്പെടുത്തി. ഇതെന്താണ്? Drum, percussion instrument, side drum. E flat U4. സെയിം രണ്ടും ഒന്നാ? നമ്മൾ ഈ ശ്വാസമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ? അതിന്റെ ശ്വാസമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ. അത് പ്രാക്ടീസ് ചെയ്താണ്. ഇതെന്താണ്? വേറെ പുതിയ ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ? അവിടെ ഒളിച്ചിരിക്കുന്ന ഒരാളുടെ കയ്യിലുണ്ടോ? B flat trumpet. സ്കൂളുകാർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ. ആൻഡ് ഇൻസ്ട്രുമെൻ്റ് എല്ലാം പുതിയത് മേടിച്ചത് നമുക്ക്. ലാസ്റ്റ് സെമിസ്റ്റർ ആണെങ്കിലും നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എല്ലാം പുതിയ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇവർക്ക് എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കാം. ക്യാമറമാൻ പ്രകാശിനൊപ്പം സോന കടത്തിൽ ഫിലിപ്പ്, ദൃശ്യ ദാമോദരൻ, കൈരളി ന്യൂസ്.